ഈ അടുത്തായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത പുസ്തകം ഏതായിരിക്കും? സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡായി മാറിയ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകമായിരിക്കും. ആ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ അഖിൽ പി ധർമ്മജൻ്റെ ഒരു വീഡിയോ ഈ അടുത്തായിട്ട് കണ്ടു. വളരെ സന്തോഷത്തോടെ വീഡിയോ ചെയ്യേണ്ട ഒരു സമയത്ത് ഏറ്റവും ദുഃഖത്തോടെയാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് തുടങ്ങി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വല്ലാത്ത വിഷമമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ PDF-കൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എഴുത്തുകാരടക്കമുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹത്തെ വളർത്താനല്ല എന്ന കാര്യം നമുക്കുറപ്പാണ്. വായിക്കാൻ നിരവധി മറ്റു ഉപാധികളുണ്ടായിട്ടും ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും ചെയ്യുമ്പോൾ മലയാളത്തെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്നവർ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കേണ്ട ഒരു സമയമാണിത്. ഇത്രയൊക്കെ ആയിട്ടും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ തെറ്റ് കണ്ടെത്താൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതൊരു വല്ലാത്ത മനസ്സാണ്. വിഖ്യാതനായ എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനോട് ഇക്കാക്ക ഇതിൽ വ്യാകരണം എവിടെ എന്ന് ചോദിച്ച അനുജൻ അബ്ദുൽ ഖാദറിന് ബഷീർ കൊടുത്ത അതേ മറുപടിയായിരിക്കും അഖിലിനും പറയാനുണ്ടാവുക. പ്രിയപ്പെട്ട അഖിൽ, താങ്കളൊരു പ്രതിഭയാണ്, പ്രതിഭാസമല്ല. താങ്കളൊരു ഇതിഹാസമാകാൻ പോകുന്നു എന്നറിയുമ്പോൾ ചിലർക്കുണ്ടാകുന്ന ഈ മാനസിക അസ്വസ്ഥതയെ താങ്കൾ ഗൗനിക്കേണ്ടതില്ല. താങ്കളുടെ എഴുത്തിനെയും താങ്കളുടെ പുസ്തകത്തെയും സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഏറ്റവും മുൻപന്തിയിലാണ് താങ്കൾ. அந்த மனிதர் உணர்த்துக்கொள்ளே இது சின்ன மனிதர் கதையல்லை, அதையும் தாண்டி புனிதமான ஸ்டோரி. வாழ்கை அகில்.